ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയരെ, ഇന്ന് ദൈവത്തിന്റെ അളവറ്റ കരുണയാൽ ദൈവവചനം വായിക്കാനും കേൾക്കാനും അത് പഠിക്കാനുമെല്ലാം ഒരവസരം ദൈവം നമുക്ക് നൽകുകയാണല്ലോ. നന്ദിയോടുകൂടി ഈ സമയത്ത് ദൈവസന്നിധിയിൽ ആയിരിക്കാം. പ്രാർത്ഥനയോടുകൂടെ ആരംഭിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമാകുന്ന ഈ അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, എന്നെയോ ദുഷ്ടത ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യക മർത്തമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായമാണല്ലോ ഇന്ന് പഠിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്. അറിയാം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ ആദ്യ ഭാഗം മുതൽ പഠിച്ചു വരുമ്പോൾ ഇതിനൊരു ക്രമമുണ്ട്. ആദ്യ ഭാഗം യേശു തമ്പുരാൻ പുതിയ നിയമ സഭയ്ക്ക് രൂപം കൊടുക്കുകയാണ്. ശിഷ്യന്മാരെ എല്ലാം വിളിച്ച് സഭയുടെ ഒരു പ്രാരംഭഘട്ടം ആരംഭിച്ചിട്ട് പിന്നീട് 5 മുതലുള്ള അധ്യായം, 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിലൂടെ ഈ സഭയിൽ പാലിക്കേണ്ടതായ പുതിയ നിയമ കൽപ്പനകൾ യേശു ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. പിന്നീട് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ കണ്ട 8-9 അധ്യായങ്ങളിലൂടെ ഈ രാജ്യത്തിന്റെ, ഈ സഭയുടെ ശക്തി എന്താണെന്ന് വെളിപ്പെടുത്തുകയാണ്. അതായത് 10 അത്ഭുതങ്ങളാണ് യേശു തമ്പുരാൻ ചെയ്തു കാണിക്കുന്നത്. അതിന് എല്ലാം അടിസ്ഥാനം എന്തായിരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതാണ്. ഇതിന്റെ എല്ലാം അടിസ്ഥാനം വിശ്വാസമായിരുന്നു. അതുകൊണ്ട് അടിയുറച്ചൊരു വിശ്വാസിയാവാതെ ഈ സഭയിൽ മുന്നോട്ട് പോയാൽ അതുകൊണ്ട് വലിയ പ്രയോജനമില്ല എന്ന് കർത്താവിന്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. അതായത് എവിടെ വിശ്വാസമുണ്ടോ അവിടെ ദൈവത്തിന്റെ പ്രവർത്തികൾ വെളിപ്പെടും. എവിടെ അവിശ്വാസമുണ്ടോ യേശു കൈക്ക് ചങ്ങലയിട്ടവനെ പോലെ നിൽക്കേണ്ടി വരും. അതുകൊണ്ടാണ് തന്റെ പിതൃഭവനത്തിലേക്ക് ചെന്ന് യേശുവിനുണ്ടായ അനുഭവം എല്ലാം നമ്മൾ പലതവണ ചിന്തിച്ചിട്ടുള്ളതാണ്. അവിടെ വലിയ വീര്യപ്രവർത്തികളൊന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല, കാരണം അവരുടെ അവിശ്വാസം നിമിത്തം എന്ന് പറയുന്നുണ്ട്. പിന്നീട് ഇനി 10-ാം അധ്യായത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് ഈ ദൈവരാജ്യത്തിന്റെ ശക്തിയെ കർത്താവ് ചുറ്റുപാടുകളിലേക്ക് പോയി മറ്റുള്ളവരോട് അറിയിക്കാനുള്ള ഒരു ശുശ്രൂഷ ശിഷ്യന്മാരെ ബലമേൽപ്പിക്കുകയാണ്. അതാണ് 10-ാം അധ്യായത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. ഈ ശിഷ്യന്മാരോട് ചില നിർദ്ദേശങ്ങൾ കൊടുത്തിട്ട്, കണ്ടീഷൻസ് പറഞ്ഞിട്ട് യേശു അവരോട് പറയുകയാണ് ഈ സുവിശേഷവുമായി ഇറങ്ങുവാനായിട്ട് അവരെ അയക്കുകയാണ്. അതാണ് 10-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതിന്റെ ആരംഭത്തെ വാക്യം എങ്ങനെയാണ്? അനന്തരം അവൻ തന്റെ 12 ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ചു, അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറിപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു. യേശു എന്താ കൊടുക്കുന്നത്? അതോറിറ്റി കൊടുക്കുകയാണ്. അതായത് സാത്താന്റെ മേൽ അധികാരം കൊടുക്കുന്നു. അതുപോലെ വ്യാധികൾക്കും ദീനങ്ങൾക്കും ഒക്കെ മേൽ അധികാരം കൊടുക്കുകയാണ്. ഇതിനെല്ലാം മാറ്റി ദൈവജനത്തെ സ്വാതന്ത്ര്യത്തിൽ നയിക്കാനുള്ള അധികാരം അപ്പോസ്തലന്മാർക്ക് കൊടുക്കുകയാണ്. ഇതിനാദ്യം കൊടുക്കുന്ന അധികാരം നമ്മൾ ശ്രദ്ധിക്കണം. യേശു ആദ്യം കൊടുക്കുന്നത് വലിയ വീര്യപ്രവർത്തികൾ ചെയ്യാനുള്ള അധികാരമാണോ കൊടുക്കുന്നതല്ല. ആദ്യം കൊടുക്കുന്ന അധികാരം അശുദ്ധാത്മാക്കളെ പുറത്താക്കാനായിട്ടുള്ള അധികാരമാണ്. ഈ അശുദ്ധാത്മാക്കളെ പുറത്താക്കാനുള്ള അധികാരം കൊടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, എന്തുകൊണ്ടാണ് യേശു ഇങ്ങനെ ഒരു അധികാരം കൊടുക്കുന്നത്? യേശുവിനറിയാം ചെല്ലുന്ന ദേശങ്ങളിലെല്ലാം ആരുണ്ട്?
ഈ അശുദ്ധാത്മാക്കളുടെ സാന്നിധ്യം ഉണ്ട്. 1 യോഹന്നാൻ എടുക്കാമോ? 1 യോഹന്നാൻ 5-ാം അധ്യായം 19-ാമത്തെ വാക്യം വായിക്കാമോ? 1 യോഹന്നാൻ 5-ാം അധ്യായം 19-ാമത്തെ വാക്യം. ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ. യോഹന്നാന്റെ സുവിശേഷമല്ല, ലേഖനം. 1 യോഹന്നാൻ 5-ാം അധ്യായം 19-ാമത്തെ വാക്യം. നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്നും നാം അറിയുന്നു, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. സർവ്വലോകവും ആരുടെ അധീനതയിലാണ് കിടക്കുന്നത്? ദുഷ്ടന്റെ. സാത്താന്റെ അധീനതയിലാണ് എന്ത് കിടക്കുന്നത്? സർവ്വലോകവും കിടക്കുന്നത്. അപ്പോ ഇവിടെ മുഴുവനും ദൈവത്തിന്റെ ആത്മാവ് ലോകം മുഴുവനും വ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ കൂടെ എന്തും കൂടെ കിടപ്പുണ്ട്? സാത്താൻ സർവ്വലോകത്തും വ്യാപിച്ച് കിടക്കുന്നുണ്ട്. ഓരോ ദേശത്തിനും ഓരോ ദൈവദൂതൻ ഉള്ളത് പോലെ തന്നെ ഓരോ ദേശത്തിനും ഓരോ പൈശാചിക ദുരാത്മാക്കൾ ആ ദേശത്ത് അധിപതികളായിട്ട് നിയമിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഏത് ദേശത്ത് ചെന്നാലും ആ ദേശത്തിന്റെ അരൂപിയെ കീഴടക്കാതെ അവിടെ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ആ ദേശത്തിന്റെ അരൂപിയെ ബന്ധിച്ചിട്ട് വേണം അവിടെ ശുശ്രൂഷകൾ നടത്താൻ. ഇല്ലെങ്കിൽ അവിടെ ഒരു ഫലവും ഉണ്ടാവുകയില്ല. അതായത് നമുക്കറിയാം, ദേശത്തിന്റെ അരൂപിയെ പറ്റി ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. പാർസി രാജ്യത്തിന്റെ ദുഷ്ടാരൂപി ദൈവത്തിന്റെ ദൂതനെ തടഞ്ഞു നിർത്തി എന്ന് ദൈവത്തിന്റെ ദൂതൻ തന്നെ പറയുകയാണ്. പക്ഷെ ദാനിയേല് 21 ദിവസം നോമ്പും ഉപവാസവും, ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു നോമ്പും ഉപവാസവും അദ്ദേഹം എടുത്തുകൊണ്ടിരുന്നത് കൊണ്ട് 21-ാം ദിവസം ദൈവം മീഖായേൽ മാലാഖയെ, പ്രധാന ദൂതനായ മീഖായേലിനെ അയച്ച് സാത്താനോട് പോരാടാനായിട്ട് ഏൽപ്പിക്കുകയും ആദ്യം 1-ാം ദിവസം ദാനിയേലിന്റെ പ്രാർത്ഥന കേട്ട് 1-ാം ദിവസം തന്നെ ദൈവം അയച്ച ദൂതനെ ദാനിയേലിന്റെ അടുക്കലേക്ക് പറഞ്ഞയക്കുകയും ചെയ്യുകയാണ്. അപ്പോ ദൈവത്തിന്റെ ദൂതനെ തടഞ്ഞു നിർത്തിയത് എന്താണ്? പാർസി രാജ്യത്തിന്റെ ദുഷ്ടാരൂപിയാണ്. ഇതേപോലെ ഓരോ രാജ്യത്തിനുണ്ട്. ഇന്ത്യക്കുമുണ്ട്, കേരളത്തിന് പ്രത്യേകിച്ചുണ്ട്, കോഴിക്കോടിനുമുണ്ട്. അതുകൊണ്ട് നമ്മൾ വിചാരിക്കരുത് ഇത് ഇവിടെ ഒന്നും ഇതൊന്നും ഇല്ല എന്നൊന്നും ആരും ചിന്തിക്കരുത്. ഇതുണ്ട്, അത് സത്യമാണ്. നമ്മൾ കഴിഞ്ഞ 8-ാം അധ്യായത്തിൽ നമ്മളൊരു കർത്താവ് ഒരു അത്ഭുതം നടത്തുന്നുണ്ടല്ലോ. ഗദരേനരുടെ ദേശത്ത് എത്തുമ്പോ 2 ഭൂതഗ്രസ്തന്മാരെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഇത് മറ്റൊരു സുവിശേഷത്തിൽ ഈ ഭൂതങ്ങളെ പുറത്താക്കുന്നതിന് മുമ്പ് ഭൂതങ്ങൾ യേശുവിനോട് അപേക്ഷിക്കുന്നുണ്ട്, കർത്താവെ ഈ ദേശം വിട്ടുപോകാതിരിക്കാനായിട്ട് ഞങ്ങളെ അവിടുന്ന് അനുവദിക്കണമെന്ന് പറയുന്നുണ്ട്. കാരണം ആ ദേശം വിട്ടുപോയ ആരൂപിക്ക് പ്രത്യേകിച്ച് അധികാരമൊന്നുമില്ല. അതുകൊണ്ട് ആ ദേശത്തിന്റെ അരൂപിക്കാണ് ആ ദേശത്തിന്റെ മേൽ അധികാരം ഉള്ളത്. അതായത് ഇപ്പൊ ഈ കോഴിക്കോട് ഇവിടുത്തെ ജില്ലാ കളക്ടർക്ക് പാലക്കാട് ചെന്നാൽ വലിയ അധികാരമുണ്ടോ? അതേപോലെ തന്നെയാണ് അവിടെയുള്ള കളക്ടർ ഇവിടെ വന്നാൽ അദ്ദേഹത്തിന് ഇവിടെ കളക്ടറൊക്കെ തന്നെയാണ്, പക്ഷെ അധികാരമൊന്നുമില്ല. പാലക്കാട് ജില്ലയിലേ ഉള്ളൂ, ഇവിടെ കോഴിക്കോടുള്ള ആൾക്ക് കോഴിക്കോടേ ഉള്ളൂ. ഇതേപോലെ സാത്താൻ ഏൽപ്പിക്കുന്ന ഓരോ ദൂതന്മാർക്ക് ആ മേഖലകളിലാണ് അധികാരമുള്ളത്. അതുകൊണ്ടാണ് ആ മേഖലയിൽ നിന്ന് ഞങ്ങളെ ആട്ടിപ്പായിക്കല്ലേ എന്ന് യേശുവിനോട് പലപ്പോഴും ഈ സാത്താന്റെ ദൂതന്മാർ യേശുവിന്റെ സന്നിധിയിൽ അപേക്ഷിക്കുന്നത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് ചുറ്റും ദൈവത്തിന്റെ വലിയ ചൈതന്യവും സംരക്ഷണവും ഉള്ളതുപോലെ തന്നെ നമുക്ക് ചുറ്റും ആരുടെ സാന്നിധ്യമുണ്ട്? ദുഷ്ടാരൂപിയുടെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ യഹോവയായ ദൈവം കായേനോട് പറയുന്നുണ്ട്, കായേനെ നിന്റെ പടിവാതിൽക്കൽ പാപം കിടപ്പുണ്ട്, നീ അതിനെ കീഴ്പ്പെടുത്തണം. അപ്പോ സാത്താന്റെ സാന്നിധ്യം വളരെ അടുത്ത് തന്നെയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇനി ഒത്തിരി ഉദാഹരണങ്ങൾ കണ്ടെത്താനായിട്ട് സാധിക്കും. വെളിപാട് പുസ്തകം എടുക്കാമോ? വെളിപാട് പുസ്തകം 12-ാം അധ്യായം 7 മുതലുള്ള വാക്യം വായിക്കാമോ? വെളിപാട് 12-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ വായിച്ച്. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ല താനും. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല.
ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. എവിടേക്കാ തള്ളിക്കളഞ്ഞത്? സ്വർഗത്തിലുണ്ടായിരുന്നവൻ ഇപ്പോ ദുഷ്ടാരൂപിയായി വന്ന് ജീവിക്കുന്നത്, നിലകൊള്ളുന്നത് എവിടെയാണ്? ഭൂമിയിലാണ്. അത് പിന്നീട് വെളിപാട് 2-ാം അധ്യായം 13 കൂടെ വായിക്കാമോ? വെളിപാട് പുസ്തകം 2:13. നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ളടമെന്നും ഞാൻ അറിയുന്നു. നീ എവിടെ പാർക്കുന്നു എന്നും അവിടെ എന്തുണ്ടെന്നാണ്? സാത്താന്റെ സിംഹാസനം. സാത്താന്റെ സിംഹാസനമുണ്ട് എന്നും ഞാൻ അറിയുന്നു. ദൈവത്തിന് അറിയാം ഇവിടെ എന്തുണ്ട്? സാത്താന്റെ സിംഹാസനം ഉണ്ട് എന്ന് അറിയാം. പിന്നീട് പത്രോസ്ലീഹായിൽ പറയുന്നുണ്ട്, 1 പത്രോസിലാന്ന് എനിക്ക് തോന്നുന്നത്, 1 പത്രോസ് 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, സാത്താൻ അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങേണ്ടുന്നു എന്ന് വെച്ച് ചുറ്റി സഞ്ചരിക്കുന്നുവെന്ന് എഴുതി വച്ചിരിക്കുക. ഭൂമിയിൽ സാത്താൻ എന്തിനാ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്? ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവനെ എങ്ങനെയും തകർക്കാൻ വേണ്ടി അവൻ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമുള്ള ദൈവത്തിന്റെ മക്കളെ പാപത്തിൽ വീഴിച്ച് എന്നേക്കുമുള്ള നിത്യമരണത്തിലേക്ക് വലിച്ചഴയ്ക്കാൻ വേണ്ടി അവൻ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതാണ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. അപ്പോ ദൈവമക്കൾ ഏതധികാരം പ്രാപിക്കണം? അശുദ്ധാത്മാക്കളെ പുറത്താക്കാനുള്ള അധികാരം പ്രാപിക്കണം. ക്രിസ്തുവിന്റെ ശിഷ്യന്മാർക്ക് യേശു കൊടുത്ത ഒന്നാമത്തെ അധികാരം അതായിരുന്നു. ഈ അധികാരം ആർക്കും വേണം, നമുക്ക് ഓരോരുത്തർക്കും ഈ അധികാരം വേണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവമേ ഈ അശുദ്ധാത്മാക്കളെയൊക്കെ ബഹിഷ്കരിക്കാനുള്ള കൃപ തരണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ നാമം ഉച്ചരിക്കുന്നിടത്ത് ഈ സാത്താന്റെ അധികാരം നഷ്ടപ്പെടും. ദൈവം ആരാധിക്കപ്പെടുന്നിടത്ത് സാത്താന്റെ അധികാരം തകർക്കപ്പെടും. ഒന്നാമത് സാത്താൻ തോറ്റ കക്ഷിയാണ്. അറിയാലോ, കാൽവറി കുരിശിൽ യേശു അവന്റെ തല തകർത്തതായിട്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നേരത്തെ പ്രവചനം ഉണ്ടായിരുന്നു, നീ അവന്റെ തല തകർത്ത് കളയുന്നത്. അപ്പൊ സാത്താന്റെ എല്ലാ അധികാരങ്ങളും എല്ലാം, മരണത്തിന്റെ മേലും എല്ലാ അധികാരങ്ങളും തകർത്ത് കളഞ്ഞതാണ്. പക്ഷെ ഇപ്പോഴും അവൻ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പോരാട്ടത്തിൽ വിജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും എഫേസ്യർ 6-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ഈ ലോകത്തിലുള്ള ദുഷ്ടാരൂപികളോടും അത്രേ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ദൈവത്തിന്റെ സർവായുധ വർഗം എടുക്കാൻ പറയുക. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഈ സർവായുധ വർഗം ധരിക്കണം. അതൊന്ന് വായിക്കാമോ? എന്തൊക്കെയാണ് സർവായുധ വർഗങ്ങൾ? എഫേസ്യർ 6-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിനും ശക്തിപ്പെടുവിൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർക്കുവാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കുവാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവിൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീരെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽക്കുവിൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവിൻ. സകല പ്രാർത്ഥനയാലും യാതനയാലും ഏതു നേരത്തും. അതായത് സർവായുധ വർഗം എന്താന്ന് ഇവിടെ പഠിപ്പിക്കുകയാണ്. ദുഷ്ടനോട് പോരാടണമെങ്കിൽ ഈ സർവായുധ വർഗം ധരിക്കണം. മൈക്ക് ഓഫ് ചെയ്യാമോ? മേരി ആന്റിയുടെ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും. അപ്പൊ ഒന്നാമത്തെ സർവായുധ വർഗത്തിൽ പറയുന്ന ഒന്നാമത്തെ കാര്യമാണ് അരയ്ക്ക് സത്യം കെട്ടണം. അതായത് സത്യസന്ധതയുള്ള മനുഷ്യരായി ജീവിക്കണം. രണ്ടാമത് പറയുകയാണ് നീതി എന്ന കവചം ധരിക്കണം. നീതിയുള്ള മനുഷ്യരായി നിലകൊള്ളണം. അനീതി ചെയ്യാതെ നീതിയുള്ളവരാകണം. പിന്നീട് സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കി. അതായത് കർത്താവ് പറയുന്നുണ്ട്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും. അതായത് സമാധാനത്തിന്റെ വക്താക്കളാക്കി മാറ്റപ്പെടണം. ചില വ്യക്തികളുണ്ട്, എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉള്ള സമാധാനം കൂടെ നശിപ്പിച്ച് കളയുന്ന
വ്യക്തികളായിട്ട് ഉള്ള ആളുകളെ നമുക്ക് തന്നെ കണ്ടെത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സമാധാനത്തിന്റെ വക്താക്കളായി സമാധാനം നടത്തുന്നവരായി മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതൊരു ഒരു സർവായുധ വർഗം കൂടെയായിട്ട് ദൈവം ക്രമീകരിച്ചിരിക്കുകയാണ്. പിന്നീട് പറയുകയാണ്, എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്ക വിശ്വാസം എന്ന പരിച എടുക്കണം. അതായത് വിശ്വാസം അതൊരു വലിയ പരിചയാണ്. ദുഷ്ടന്റെ കൂരമ്പുകൾ പണ്ടത്തെ യുദ്ധങ്ങളിലൊക്കെ മിസൈൽ വരുന്ന പോലെ ഈ അമ്പിന്റെ മുനയുള്ള ഭാഗത്ത് അവിടെ കീലും എണ്ണയൊക്കെ ഒഴിച്ച് തുണി കെട്ടി അതിനകത്ത് തീ കത്തിച്ചിട്ട് അത് അകത്തേക്ക് തൊടുത്തു വിടുമായിരുന്നു. അപ്പൊ ഇത് വന്ന് പതിക്കുന്നിടത്തെല്ലാം തീ പിടിച്ച് നശിക്കും. അപ്പൊ അതാണ് പറയുന്നത്, ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കം. ഇതേപോലെ ദുരാത്മാവ് അയക്കുന്ന എല്ലാ പ്രലോഭനങ്ങളും എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളും അതിജീവിക്കാൻ കഴിയണമെങ്കിൽ എന്ത് വേണം? നല്ല വിശ്വാസമുള്ള മനുഷ്യരായിട്ട് നിൽക്കണം. ഒന്ന്, സത്യസന്ധരായിരിക്കണം. രണ്ട്, നീതിയുള്ളവരാകണം. പിന്നീട് സമാധാനം നടത്തുന്ന മനുഷ്യരാകണം. പിന്നെ നാലാമത് കർത്താവ് പറയുകയാണ്, വിശ്വാസം എന്ന പരിച എടുക്കുന്നവരാകണം. വിശ്വാസം എങ്ങനെ ഉണ്ടാകുന്നതൊക്കെ ഞാൻ നേരത്തെ നമ്മൾ ഒത്തിരി തവണ ചിന്തിച്ചിട്ടുള്ളതാണ്. എങ്കിലും ഒന്നുകൂടെ പറയാം. അബ്രഹാമിന് വിശ്വാസം ഉണ്ടായത് എങ്ങനെയാണ്? ദൈവം ദാനമായിട്ട് കൊടുത്തതാണ്. അബ്രഹാം അതുകൊണ്ടാണ് വിശ്വാസികളുടെ പിതാവായിട്ട് മാറ്റപ്പെട്ടത്. അബ്രഹാമിന് ആരും ദൈവത്തെ പറ്റി പറഞ്ഞു കൊടുത്തിട്ട് വിശ്വാസം ഉണ്ടായതല്ല. കാരണം വിഗ്രഹ നിർമ്മാണം നടത്തിക്കൊണ്ടിരുന്ന തേരഹിന്റെ മകനാണ്. വിഗ്രഹം വിറ്റ് ജീവിച്ച് അതിലൊരു വിഗ്രഹത്തെ ആരാധിച്ച് ജീവിച്ച മനുഷ്യനാണ് അബ്രഹാം. പിന്നീട് ദൈവം തന്നെ പ്രത്യക്ഷപ്പെട്ട് ദൈവം തന്നെ വിശ്വാസത്തിന്റെ ആഴങ്ങൾ ഹൃദയത്തിൽ കൊടുത്തപ്പോഴാണ് അദ്ദേഹം വിശ്വാസികളുടെ പിതാവായത്. അതുകൊണ്ട് ദൈവത്തോട് യാചിക്കണം, ദൈവമേ എന്റെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. നിരന്തരം ശാസനയും വഴക്കും കേട്ട് മടുത്തു കഴിയുമ്പോൾ ശിഷ്യന്മാരെ യേശുവിന്റെ അടുക്കൽ പ്രാർത്ഥിച്ചു, കർത്താവെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ച് തരണമേ. നമുക്കറിയാം, പിന്നീട് വലിയ വിശ്വാസത്തിന്റെ ഉടമകളായി അപ്പോസ്തലന്മാര് മാറ്റപ്പെടുന്നുണ്ട്. അതേപോലെ നമ്മളും പ്രാർത്ഥിച്ചാൽ വിശ്വാസം ഉറപ്പായിട്ടും ലഭിക്കുമെന്ന് വിശ്വസിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസം ദൈവം വർദ്ധിപ്പിച്ചു തരും. രണ്ടാമത് വിശ്വാസം വർദ്ധിക്കുന്നത് റോമർ 10:17, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. അപ്പോ നമ്മൾ എന്ത് കേൾക്കുന്നോ അത് നമ്മുടെ വിശ്വാസമാണ്. നമ്മളിപ്പോ എന്തെങ്കിലും ഒരാളെ പറ്റി നമുക്ക് പരിചയമില്ലാത്ത ഒരാളെ പറ്റി ഒരു 10 പേരിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള കമന്റ് മാത്രം കേട്ട് കഴിഞ്ഞാൽ അയാളെ കാണുമ്പോൾ നമുക്ക് എന്തായിരിക്കും ഉള്ളിൽ? സ്നേഹം തോന്നും? ഒരിക്കലും തോന്നില്ല. കാരണം നമ്മുടെ ഉള്ളിൽ അയാളെ പറ്റിയുള്ള വിശ്വാസം എന്തായി? അവര് പറഞ്ഞ ആ നെഗറ്റീവ് കമന്റ്സ് എല്ലാം വിശ്വാസമായിട്ട് കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഈ തിന്മ കേൾക്കാനായിട്ട് ചെവി വിട്ടു കൊടുക്കരുതെന്നൊക്കെ പറയുന്നത്. എന്ത് കേൾക്കുന്നോ അത് വിശ്വാസമായിട്ട് പരിണമിക്കും. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഇങ്ങനെ ഒത്തിരി പ്രേതം, ഭൂതം, യക്ഷി എന്നൊക്കെ കേട്ടാ ഞാൻ വളർന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ദേശത്താണ് ഞാൻ ജീവിച്ചത്. അങ്ങനെയുള്ള 2 അമ്മച്ചിമാരുടെ മടിയിൽ കിടക്കും, അവര് നലോടും, അവരെന്നിട്ട് പ്രേതക്കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കും. അവസാനം എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, രാത്രിയായി കഴിഞ്ഞ ഒരു റൂമിൽ നിന്ന് അടുത്ത റൂമിലേക്ക് പോകാനുള്ള ധൈര്യം ഇല്ലായിരുന്നു. കാരണം കേട്ടത് മുഴുവനും പ്രേതം. അപ്പൊ രാത്രിയാകുമ്പോഴേ എന്താ ചിന്ത? മനസ്സിൽ മുഴുവനും പ്രേതമുണ്ട്, ഭൂതമുണ്ട്, പുറത്തിറങ്ങിയെ പിടിക്കും, ഇതൊക്കെയായിരുന്നു ചിന്താഗതി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്ത് കേൾക്കുന്നോ അത് വിശ്വാസമാകും. അതുകൊണ്ട് യേശുവിനെ പറ്റി കേട്ടാലോ, യേശുവിനുള്ള വിശ്വാസം വർദ്ധിക്കും. അതാണ് റോമർ 10:17, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. പിന്നീട് പറയുകയാണ്, രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവിൻ. രക്ഷ എവിടെ ഉണ്ടായത്? രക്ഷ കാൽവറി കുരിശിലാണ് ഉണ്ടായത്. ആ രക്ഷ നമുക്ക് എപ്പോഴാണ് കിട്ടുന്നത്? യേശു എല്ലാവർക്കും രക്ഷ പ്രദാനം ചെയ്തിട്ടുണ്ട്. ആ രക്ഷ നമ്മൾ എപ്പോഴാണ് സ്വീകരിക്കുന്നത്? ആർക്കെങ്കിലും പറയാമോ? മാമോദീസയിലൂടെയും കുർബാനയിലൂടെയും ഒക്കെ. അത് മാത്രമല്ല, കുമ്പസാരാനുഭവം, കുർബാനാനുഭവം, കുമ്പസാരത്തിലൂടെ കൂടെ
നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയുമ്പോൾ യേശു എന്ത് ചെയ്യും? ഈ രക്ഷ വീണ്ടും നമുക്ക് തന്നുകൊണ്ടിരിക്കും. മാമോദീസയും അതുപോലെ കുർബാന അനുഭവമൊക്കെ കിട്ടിയ ആളായിരുന്നു പത്രോസ്. പക്ഷെ യേശുവിനെ തള്ളി പറഞ്ഞു. പക്ഷെ അദ്ദേഹം വീണ്ടും അനുദപിച്ച് കരയുമ്പോൾ യേശു അവനോട് കരുണ കാണിച്ച് അവനെ വീണ്ടും അപ്പോസ്തലന്മാരുടെ നേതൃസ്ഥാനത്തിലേക്ക് വീണ്ടും അദ്ദേഹത്തെ എത്തിക്കുകയാണ്, കൈപിടിച്ച് ഉയർത്തുകയാണ്. അതുകൊണ്ട് രക്ഷ എന്ന ശിരസ്ത്രം എപ്പോഴും നമ്മുടെ തലയിൽ ഉണ്ടാകണമെങ്കിൽ അത് പ്രൊട്ടക്ഷനാണ് തലയ്ക്ക്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എന്ത് ചെയ്യണം? അടിക്കടി നമ്മുടെ പാപജീവിതങ്ങളെ ദൈവസന്നിധിയിൽ തുറന്നു കാണിച്ച് കുമ്പസാരിച്ച് നല്ല കൃപയിൽ ആയിരിക്കണം. ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും സാത്താൻ കയറി അറ്റാക്ക് ചെയ്യും, ഒരു സംശയമില്ല. കാരണം നമുക്കറിയാം, ഇയ്യോബിന്റെ പുസ്തകമൊക്കെ പഠിക്കുമ്പോൾ ഇയ്യോബിനെ ഉപദ്രവിക്കാൻ പരമാവധി ആര് പരിശ്രമിക്കുന്നുണ്ട്? സാത്താൻ. പക്ഷെ ഇയ്യോബിന് ചുറ്റും ദൈവം വേലി കെട്ടി പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുക. സാത്താൻ അങ്ങോട്ട് കയറാനേ പറ്റുന്നില്ല. കാരണം എന്താണ്? ഇയ്യോബ് അതുപോലെ നിഷ്കളങ്കനും നേരുള്ളവനും പാപം വിട്ടൊഴിഞ്ഞവനും ദൈവഭക്തനുമായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൽ പാപം ചെയ്യാതെ ജീവിച്ച മനുഷ്യനായിരുന്നു. പാപം ചെയ്യാതിരിക്കാൻ പരമാവധി ശ്രമിച്ചിന്. അഥവാ പാപം ചെയ്താൽ എന്ത് ചെയ്യും? അദ്ദേഹം അവിടെ ബലി അർപ്പിക്കുന്നതിനെ പറ്റിയൊക്കെ എഴുതി വെക്കുന്നുണ്ട്. ദൈവസന്നിധിയിൽ പോയി അനുതാപത്തോടെ പ്രാർത്ഥിച്ച് ബലി അർപ്പിക്കും. തനിക്കും തന്റെ മക്കൾക്കൊക്കെ വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോ ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ എപ്പോഴും ഉണ്ടായിരുന്നു. രക്ഷ എന്ന ശിരസ്ത്രം ഇയ്യോബിന് ചുറ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ട് സാത്താൻ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഈ രക്ഷ എന്ന ശിരസ്ത്രം അത് കുമ്പസാരത്തിലൂടെയും കുർബാന അനുഭവത്തിലൂടെയും പിന്നെ മാമോദീസയിലൂടെ ഒക്കെ നമുക്ക് ലഭിച്ചതാണ്. പക്ഷെ വീണ്ടും നമ്മൾ തെറ്റിപ്പോകുമ്പോൾ ഈ രക്ഷയുടെ അനുഭവം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ അനുഭവത്തിലേക്കുള്ള മടങ്ങി വരവാണ് കുമ്പസാര കൂദാശ. അത് നന്നായിട്ട് സ്വീകരിക്കുമ്പോൾ രക്ഷ എന്ന ശിരസ്ത്രം ലഭിക്കും. പിന്നീട് ദൈവവചനമെന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളണം. അതായത് ദൈവവചനമെന്ന ആത്മാവിന്റെ വാള്. ഇപ്പൊ യേശു സാത്താനെ പരാജയപ്പെടുത്തി നമുക്കറിയാലോ. പഴയ നിയമത്തിലെ 3 വചനങ്ങൾ എടുത്തിട്ടാണ് സാത്താനെ വെട്ടി ദൂരെ അകറ്റി കളഞ്ഞത്. അപ്പോ പ്രലോഭനങ്ങളുമായിട്ട് വരുമ്പോ നമ്മുടെ ഉള്ളിൽ എന്ത് വേണം? ഏത് പ്രലോഭനമായിട്ട് സാത്താൻ വന്നാലും അതിന് തക്കതായ വചനങ്ങൾ എവിടെയുണ്ട്? വേദപുസ്തകത്തിലുണ്ട്. പക്ഷെ ഇത് വായിക്കാത്തത് കൊണ്ടും ഇത് പഠിക്കാത്തത് കൊണ്ടും ഇത് ഹൃദയത്തിൽ ഇല്ലാത്തത് കൊണ്ടും വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ പരാജിതരായി സാത്താന്റെ അടിമകളായിട്ട് മാറ്റപ്പെടും. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 6-7 വാക്യങ്ങൾ പ്രകാരമാണ്: ഞാൻ നിങ്ങളോട് കൽപ്പിച്ച വചനങ്ങൾ ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കണം. അത് നീ നിന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. നീ വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെ പറ്റി സംസാരിക്കണം. അപ്പൊ എവിടെ ഇരിക്കണം? വചനം ഹൃദയത്തിൽ ഇരിക്കണം. അപ്പോഴാണ് സാത്താൻ പ്രലോഭനവും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കെണികളും ഒക്കെ ആയിട്ട് വരുമ്പോ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ വാളെടുത്ത് അവനെതിരെ പോരാടാനായിട്ട് പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് വചനമൊക്കെ നന്നായിട്ട് വായിച്ച് പഠിച്ച് ധ്യാനിച്ച് അതിൻ പ്രകാരം ജീവിക്കണം. വചനം പഠിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണെന്നറിയാമോ? വചനം പഠിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ആർക്കെങ്കിലും പറയാമോ? ബൈബിള് വായിക്കുക. ബൈബിള് വായിക്കുക ഒന്ന്. പിന്നെ മറ്റുള്ളവരുടെ അഭിപ്രായം എന്ന് പറയൂ. വചനം പഠിക്കാനുള്ള നല്ല മാർഗം സുവിശേഷം കേൾക്കുക. അതെ, ബൈബിള് വായിക്കുക, അതുപോലെ തന്നെ വചന ശുശ്രൂഷ കേൾക്കുക. മറ്റാർക്കും ഒരു അഭിപ്രായവും ഇല്ലേ? വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുക. വചനം പഠിക്കാൻ കുർബാനയിലും കുറച്ച് വചനങ്ങളൊക്കെ പഠിക്കാനായിട്ട് പറ്റും. ശരി, അത് സമ്മതിച്ചു. വേറെന്തെങ്കിലും ഉത്തരം? പരീക്ഷ എഴുതുമ്പോൾ എപ്പോഴും വചനം പഠിക്കണം. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും, യാമ പ്രാർത്ഥന, എല്ലാ പ്രാർത്ഥനകളിലും വചനമുണ്ടല്ലോ. വചനമുണ്ട്. പക്ഷേ എത്രയോ വർഷങ്ങളായി നമ്മൾ ഈ കുർബാനയിലും വേദപുസ്തകം വായനയിലും അതുപോലെ കേൾവിയിലും അതേപോലെ യാമപ്രാർത്ഥനകളൊക്കെ നടത്തി ഒരു 100 വചനം കാണാതെ പറയാൻ പറ്റുമോ നമുക്ക്? ഒരു 50 വയസ്സ് കഴിഞ്ഞവർക്ക് 100 വചനം പോലും കാണാതെ അറിയോ? അറിയില്ല. അപ്പൊ വലിയൊരു സുവിശേഷകൻ പ്രസംഗിക്കുന്നത് കേട്ടാണ്. അദ്ദേഹം പറഞ്ഞു, വചനം പഠിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഓരോ വചനവും അനുസരിക്കുക എന്നുള്ളതാണ്. ഓരോ വചനവും ജീവിതത്തിന്റെ ഭാഗമാക്കി തീർക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വചനം പഠിക്കും.
ഇല്ലേ? ഈ വചനങ്ങളെല്ലാം നമ്മളോട് പറഞ്ഞ കാര്യങ്ങളല്ലേ? അതുകൊണ്ട് ഓരോ വചനവും നമ്മൾ പാലിക്കാൻ തുടങ്ങിയാൽ ആ വചനങ്ങളെല്ലാം നമ്മൾ പഠിക്കാൻ തുടങ്ങും. വചനം പഠിക്കാനുള്ള മറ്റു മാർഗങ്ങളെല്ലാം ഞാൻ പറഞ്ഞതൊന്നും തെറ്റല്ല. വേദപുസ്തകം വായിക്കുന്നതും അതുപോലെ തന്നെ വചനപ്രഘോഷണം കേൾക്കുന്നതും അതുപോലെ കുർബാന മറ്റ് പ്രാർത്ഥനകളിൽ ആഴപ്പെട്ട് നിൽക്കുമ്പോഴൊക്കെ വചനം പഠിക്കാൻ പറ്റും. പക്ഷെ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഓരോ വചനവും വായിക്കുമ്പോൾ അത് ജീവിതത്തിന്റെ ഭാഗമാക്കി തീർത്താൽ, അപ്പൊ വചനം നന്നായിട്ട് ആഴപ്പെട്ട് മറന്നു പോകാത്ത വിധം നമ്മുടെ ഹൃദയത്തിൽ ആഴപ്പെടുമെന്ന് ആ വലിയ വചനപ്രഘോഷകൻ അദ്ദേഹത്തിന്റെ അനുഭവത്തിലൂടെ പറയുന്നത് കേൾക്കാനായിട്ട് സാധിച്ചു. എനിക്കും അത് ശരിയാണെന്ന് തോന്നി. കാരണം നമ്മൾ ഓരോ വചനം ഫൈറ്റ് ചെയ്ത് നമ്മളോട് തന്നെ പോരാടിക്കൊണ്ട് വചനം പാലിക്കുമ്പോൾ നമ്മളത് പിന്നെ ഒരിക്കലും മറന്നു പോവില്ല. അത് ശ്രദ്ധിക്കുക. അപ്പൊ അങ്ങനെ ഇത്രയും ആയുധങ്ങൾ, സർവായുധ വർഗങ്ങൾ ധരിക്കാൻ പറയുകയാണ്. ഇത് ധരിച്ചു കഴിഞ്ഞാൽ സാത്താനെ തൊടാൻ പറ്റുമോ? പിന്നെ തൊടാൻ പറ്റില്ല. പിന്നീട് യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ പറയുന്നുണ്ട്, എടുക്കാമോ? 3-ാം അധ്യായം, യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 3-ാം അധ്യായത്തിൽ 4-ാം അധ്യായം 7-ാമത്തെ വാക്യം വായിക്കാമോ? ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ടോടിപ്പോകും. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, അപ്പോൾ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അപ്പൊ എല്ലാ കാര്യത്തിലും ആർക്ക് കീഴടങ്ങുക? ദൈവത്തിന് കീഴടങ്ങുക. ദൈവഹിതം ആരാഞ്ഞ് അതിന് പ്രകാരം ജീവിക്കുക, അതായത് വചനപ്രകാരം ജീവിക്കുക. അങ്ങനെ ജീവിക്കുമ്പോൾ സാത്താൻ പോരാടിയാലും അവൻ പരാജയപ്പെട്ട് മടങ്ങിപ്പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അശുദ്ധാത്മാക്കളെ പുറത്താക്കാനുള്ള അധികാരം കർത്താവ് കൊടുക്കുന്നു. പിന്നീട് രോഗികളെ സുഖപ്പെടുത്താനുള്ള അധികാരം കൊടുക്കുന്നു. എന്നിട്ട് ശിഷ്യന്മാർക്ക് അവരെ പ്രത്യേക നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. ശിഷ്യന്മാരുടെ പേരുകളാണ് 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അത് വായിക്കണ്ട, നിങ്ങൾ തന്നെ വായിച്ച് മനസ്സിലാക്കിയാൽ മതി. പിന്നീട് 12 പേരെ അയച്ചിട്ട് അവരോട് ആജ്ഞാപിക്കുകയാണ്, ജാതികളുടെ അടുക്കൽ പോകാതെയും ശമര്യരുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലുവേൻ. അപ്പൊ ആദ്യം ഈ 12 അപ്പോസ്തലന്മാരോട് പറയുന്നത്, ഇപ്പൊ നിങ്ങൾ വിജാതീയരുടെ അടുത്തേക്കല്ല പോകേണ്ടത്, നിങ്ങളുടെ ഇടയിലുള്ള, അതായത് ദൈവജനമായിരിക്കുന്ന യഹൂദന്മാരുടെ ഇടയിലേക്ക് ചെന്ന് ആദ്യം അവരോട് സുവിശേഷം പറയുക. പിന്നീട് നമുക്കറിയാം, യേശു സ്വർഗാരോഹണം ചെയ്ത് പോകുന്നതിന് മുമ്പ് സകല ജാതികളോടും സുവിശേഷം അറിയിക്കാനുള്ള കൽപ്പന ഇതേ ശിഷ്യന്മാർക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ആദ്യം ദൈവജനത്തിന്റെ അടുത്ത് ചെന്ന് പിന്നീട് മറ്റുള്ളവരുടെ അടുത്തേക്ക് പോകാനുള്ള അനുവാദം കൊടുക്കുന്നുണ്ട്. പിന്നീട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് ഘോഷിപ്പീൻ. എന്ത് പറയണം പോകുമ്പോൾ? വെറുതെ ചവറ് വർത്താനങ്ങളൊന്നും പറഞ്ഞ് പോകരുത്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് പറയുവീൻ. പിന്നീട് പറയുകയാണ്, രോഗികളെ സുഖപ്പെടുത്തുവീൻ, മരിച്ചവരെ ഉയർപ്പിപ്പീൻ, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവീൻ, ഭൂതങ്ങളെ പുറത്താക്കുവീൻ, സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുപ്പീൻ. അതായത് ഇങ്ങനെയുള്ള ശുശ്രൂഷകളെല്ലാം നടത്തണം. പക്ഷെ ഇതിനൊന്നും പ്രതിഫലം വാങ്ങരുത്. കാരണം എന്താണ്? ഇതെല്ലാം സൗജന്യമായിട്ട് നിങ്ങൾക്ക് കിട്ടിയത്. നിങ്ങളുടെ പ്രയത്നം കൊണ്ടോ നിങ്ങൾ പണം മുടക്കിയിട്ടോ ഒന്നും കിട്ടിയതല്ല ഈ അധികാരങ്ങൾ. അതുകൊണ്ട് ഇത് സൗജന്യമായിട്ട് ആർക്ക് കൊടുക്കണം? ജനത്തിന് കൊടുക്കണം. പിന്നീട് പറയുകയാണ്, മടിശീലയിൽ പൊന്നും വെള്ളിയും ചെമ്പും വഴിക്ക് പൊക്കണവും രണ്ടുടുപ്പും ചെരുപ്പും വടിയും കരുതരുത്, വേലക്കാരൻ തന്റെ ആഹാരത്തിന് യോഗ്യനല്ലോ. അതായത് പിന്നീട് കൊടുക്കുന്ന നിർദ്ദേശമാണ്, എല്ലാം ആരിൽ ഡിപ്പെൻഡ് ആയിരിക്കണം? ദൈവത്തിൽ. ആരാണോ പറഞ്ഞയക്കുന്നത് അവനിൽ പരിപൂർണമായിട്ടും വിശ്വസിച്ച് ആശ്രയിച്ച് ഇറങ്ങിത്തിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് മടിയിലൊന്നും നിങ്ങൾ കരുതിയില്ലെങ്കിലും നിങ്ങളെ ആര് കരുതും? നിങ്ങളുടെ കർത്താവ് കരുതും. അതുകൊണ്ടാണ് പറയുന്നത്, വേലക്കാരൻ തന്റെ ആഹാരത്തിന് യോഗ്യനല്ലോ. എവിടെയെങ്കിലുമൊക്കെ ആഹാരം ദൈവം കരുതിക്കോളും. പിന്നീട് പറയുന്നു, ഏത് പട്ടണത്തിലോ ഗ്രാമത്തിലോ കടക്കുമ്പോൾ അവിടെ യോഗ്യൻ ആർ എന്ന് അന്വേഷിപ്പിൻ, പുറപ്പെടുവോളം അവിടെ തന്നെ പാർപ്പീൻ. ഈ യോഗ്യതയുടെ മാനദണ്ഡം ഒരുപക്ഷെ ആരംഭ കാലഘട്ടത്തിലായതുകൊണ്ട് നല്ല വിശ്വാസികളായ മനുഷ്യരുടെ ഭവനങ്ങളിൽ ചെന്ന് താമസിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം ശിഷ്യന്മാർക്ക് കൊടുക്കുകയാണ്.
ഇല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാം, അറിയില്ല എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കുന്നതെന്ന്. അങ്ങനെ യേശു കൊടുക്കുകയാണ്, യോഗ്യൻ ആരെന്ന് അന്വേഷിപ്പിന് പുറപ്പെടുവോളം അവിടെ തന്നെ പാർപ്പീൻ. അതായത് ഒരു ദേശത്ത് എന്ന് അവിടെ ശുശ്രൂഷകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്നും അവിടെ തന്നെ താമസിപ്പീൻ. ആ വീട്ടിൽ ചെല്ലുമ്പോൾ അതിന് വന്ദനം പറയുവീൻ. വീടിന് യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിന്മേൽ വരട്ടെ. യോഗ്യതയില്ല എന്ന് വരികിലോ സമാധാനം നിങ്ങളിലേക്ക് മടങ്ങി പോരട്ടെ. അതായത് ചെല്ലുമ്പോഴേ എന്ത് ചെയ്യണം? ആ കുടുംബത്തിന് സമാധാനം ആശംസിക്കണം. അപ്പോൾ സമാധാനം നടത്തുന്ന മനുഷ്യരാണെങ്കിൽ അവർക്ക് ആ ദൈവിക സമാധാനം ലഭിക്കുമെന്നാൽ അസമാധാനം കൊടുക്കുന്നവരാണെങ്കിൽ കർത്താവ് പറയുകയാണ് ആ സമാധാനം തിരികെ നിങ്ങളിലേക്ക് തന്നെ വരുമെന്ന് പറയുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ കുർബാനയിൽ എത്രയോ തവണയാണ് ഈ അപ്പോസ്തോലിക ആശീർവാദം, ഇപ്പോഴും കൈവപ്പിലൂടെ ലഭിച്ച ഈ അപ്പോസ്തോലിക ആശീർവാദം നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ എന്ന് കാർമികൻ പറയുമ്പോൾ പ്രിയപ്പെട്ടവർ എത്ര പേർക്കായി ഈ സമാധാനം സ്വീകരിക്കാനായിട്ട് പറ്റുന്നത്? അത് പറ്റാത്തതിന്റെ കാരണം അസമാധാന ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ പിന്നീട് ഈ സമാധാനം സ്വീകരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അസമാധാനം വിതയ്ക്കുന്നവരാണെങ്കിൽ ഈ സമാധാനം സ്വീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സമാധാനം നടത്തുന്നവരായി മാറ്റപ്പെടുക. അപ്പോൾ ഈ ദൈവിക സമാധാനം കൊണ്ട് ഹൃദയം നിറയുവാനായിട്ട് ഇടയായി തീരും. പിന്നീട് യേശു പറയുകയാണ്, ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വചനങ്ങളെ കേൾക്കാതെയും ഇരുന്നാൽ ആ വീടോ പട്ടണമോ വിട്ടുപോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുകയും ന്യായവിധി ദിവസത്തിൽ ആ പട്ടണത്തെക്കാൾ സോദോമ്യരുടെയും ഗമോര്യരുടെയും ദേശത്തിന് സഹിക്കാവുന്നതാകുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വചനങ്ങളെ കേൾക്കാതെയും ഇരുന്നാൽ എന്ന് തന്നെ പറയുന്നത്. അപ്പൊ കർത്താവ് അഭിഷേകം ചെയ്ത് വിട്ട വ്യക്തികളിലൂടെ ദൈവം തരുന്ന സന്ദേശങ്ങൾ സ്വീകരിക്കാതിരുന്നു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ അതിനകത്ത് ഒരു അപകടമുണ്ടെന്ന് പറയുന്നു. ആ അപകടം എപ്പോഴാണ് സംഭവിക്കുന്നത്? ന്യായവിധി ദിവസമാണ്. അതായത് ഇപ്പോഴൊന്നും പ്രശ്നമില്ല. അതുകൊണ്ടാണ് ഇപ്പോ എത്രയോ വചനപ്രഘോഷണങ്ങൾ നടക്കുന്നുണ്ട്, എത്രയോ ആളുകൾ ഇതിനെ അവഗണിച്ച് നടക്കുന്നു. പക്ഷെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. കേൾക്കുന്നവരും കേൾക്കാത്തവരൊക്കെ ഒരേപോലെ ജീവിക്കുന്നു. അപ്പോൾ ഒരു പ്രശ്നം ഇവരടുത്തും കാണാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷെ കർത്താവിന്റെ വചനം പഠിപ്പിക്കുകയാണ്, ന്യായവിധി ദിവസത്തിൽ ആ പട്ടണത്തെക്കാൾ സോദോമ്യരുടെയും ഗമോര്യരുടെയും ദേശത്തിന് സഹിക്കാവതാകുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. സോദോം ഗോമോറ നമുക്കറിയാലോ, ദൈവം അഗ്നി ഇറക്കി നശിപ്പിച്ച, ദൈവകോപം ഇറങ്ങിയ ദേശമാണ്. ആ ദേശത്തെക്കാട്ടിലും വലിയ പ്രയാസമായിരിക്കും ദൈവത്തിന്റെ വാക്കുകൾക്ക് മറുതിരിച്ചു നിൽക്കുന്ന ദേശത്തിനും കുടുംബത്തിനും സഭയ്ക്കും അല്ലെങ്കിൽ ഇടവകകൾക്കും അതുപോലെ വ്യക്തികൾക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുകയാണ്. പിന്നീട് ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന സ്പെഷ്യലായിട്ട് കൊടുക്കുന്ന ചില നിർദ്ദേശങ്ങളാണ്. ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും ആയിരിപ്പീൻ. ഈ ചെന്നായ്ക്കൾ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അതായത് ഈ ലോകത്ത് പൈശാചിക മനുഷ്യരുണ്ട്. പിശാച് പാപത്തിൽ മുഴുകി പാപം ചെയ്ത് പൈശാചികമായ മനസ്സും ഹൃദയവുമായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ളവരുടെ ഇടയിലേക്കാണ് ആരെ വിടുന്നത്? ഈ ശിഷ്യന്മാരെ വിടുന്നത്. ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും ആയിരിപ്പീൻ. പാമ്പിനെ പോലെ ബുദ്ധി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പാമ്പ് എപ്പോഴും അതിന്റെ തലയ്ക്കടി കൊള്ളാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. തല എന്ന് പറയുമ്പോൾ വിശ്വാസം, അങ്ങനെ മനസ്സിലാക്കണം. അപ്പൊ വിശ്വാസം ക്ഷയിക്കുന്ന കാര്യങ്ങളിലേക്ക് പോകാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണമെന്നാണ് ശിഷ്യന്മാർക്ക് കർത്താവ് കൊടുക്കുന്ന നിർദ്ദേശം. പിന്നീട് ഈ ലോകം എന്ന് പറയുന്നത് തിന്മ നിറഞ്ഞ സ്ഥലമാണ്. അതുകൊണ്ട് ആ തിന്മയിൽ പെട്ട് കളങ്കമുള്ളവരായി തീരാതെ നിഷ്കളങ്കരായി തങ്ങളെ തന്നെ കാത്തു സൂക്ഷിക്കാനായിട്ട് യേശുവിന്റെ ശിഷ്യന്മാർക്ക് യേശു നിർദ്ദേശം കൊടുക്കുകയാണ്. പിന്നീട് പറയുന്നു, മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുകയും അവർ നിങ്ങളെ ന്യായാധിപ സഭകളിൽ ഏൽപ്പിക്കുകയും തങ്ങളുടെ പള്ളികളിൽ വെച്ച് ചമ്മട്ടി കൊണ്ട് അടിക്കുകയും എന്റെ നിമിത്തം നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും മുമ്പിൽ കൊണ്ടുപോവുകയും ചെയ്യും. അത് അവർക്കും ജാതികൾക്കും ഒരു സാക്ഷ്യമായിരിക്കും. അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ നമുക്കിത് യേശു പറഞ്ഞത്
അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുന്നത് ശിഷ്യന്മാർക്ക് സംഭവിക്കുന്നത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. എന്നാൽ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ എങ്ങനെയോ എന്തോ പറയേണ്ടു എന്ന് വിചാരപ്പെടേണ്ട, പറയുവാനുള്ളത് ആ നാഴികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ഇങ്ങനെ പിടിക്കപ്പെട്ടാലും നിങ്ങൾ ഭാരപ്പെടേണ്ട. ആ സാഹചര്യത്തെ അതിജീവിക്കാനുള്ള കൃപ ദൈവത്തിന്റെ ആത്മാവ് തരും. അതുകൊണ്ടിപ്പോ നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കും, ഇനി ഒരു ക്രൈസ്തവ പീഡ വന്നാൽ എന്ത് ചെയ്യും? ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ദൈവമേ ഇനിയിപ്പോ ഇത് അന്ത്യകാലഘട്ടമാണെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് പറഞ്ഞതിന് പ്രകാരം ഒരു വലിയ കൊടിയ പീഡകളിലൂടെ സഭ കടന്നു പോകേണ്ടി വരും. ഇപ്പോഴുണ്ട് പലയിടത്തും സിറിയയിലൊക്കെ സംഭവിച്ച പോലെ സമൂലം നശിപ്പിച്ച് കളയുന്ന സാഹചര്യം വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ദൈവമേ എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും? ഒരു കത്തിമുനയുടെ മുമ്പിൽ നിർത്തി യേശുവിനെ തള്ളി പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമേ ആ സമയത്ത് അതിനുള്ള കഴിവുണ്ടാവൂ? ജീവനെ പറ്റിയുള്ള പേടി ഉണ്ടാവൂ? ഇങ്ങനെയുള്ള ചിന്തയൊക്കെ എനിക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതിനുള്ള മറുപടിയാണ്, ആ സമയത്ത് അതിന് വേണ്ട ശക്തി ആര് തരും? ദൈവം തരും. എന്ത് പറയണമെന്നും എങ്ങനെ നിലകൊള്ളണമെന്നും ആ സമയത്ത് പ്രവർത്തിക്കാനുള്ള ഒരു ഊർജം ദൈവം തരുമെന്ന് കർത്താവോടെ വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് ഒന്ന് ആലോചിച്ച് നോക്കി, എത്രയോ ഭയവും വീരത്വം ഉള്ളവരായിരുന്നു ശിഷ്യന്മാര്. ഒരൊറ്റ ശിഷ്യൻ മാത്രമേ സ്വാഭാവിക മരണം പ്രാപിക്കാത്തുള്ളൂ. ബാക്കിയുള്ളതെല്ലാം തലവെട്ടിയും ക്രൂശിൽ തറച്ചും തൊലി ഉരിച്ചും അതുപോലെ കുന്തം കൊണ്ട് കുത്തിയും കഴുത്ത് വെട്ടിയൊക്കെയാണ് അവരൊക്കെ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഒന്നിനെ പറ്റിയും ഭാരപ്പെടേണ്ട. അങ്ങനെ തന്നെ കർത്താവ് പറയുന്നത്, എന്ത് പറയേണ്ടു എന്ന് വിചാരപ്പെടേണ്ട. ആ സമയത്ത് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് വിചാരപ്പെടേണ്ട. അതിനു വേണ്ട ശക്തി ആര് തരും? ആ നാഴികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും, പരിശുദ്ധാത്മാവിലൂടെ ലഭിക്കും. എന്നിട്ട് പറയുന്നത് നിങ്ങളല്ല, നിങ്ങളിൽ പറയുന്നത് നിങ്ങളുടെ പിതാവിന്റെ ആത്മാവത്ര എന്ന് പറയുന്നുണ്ട് 20-ാമത്തെ വാക്യം. പിന്നീട് പറയുന്നുണ്ട്, സഹോദരനെയും അപ്പനും മകനെയും മരണത്തിന് ഏൽപ്പിക്കും. അമ്മയപ്പന്മാർക്ക് എതിരായി മക്കൾ എഴുന്നേറ്റ് അവരെ കൊല്ലിക്കും. എന്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനോ രക്ഷപ്പെടും. അപ്പോ നല്ല സഹനശീലം വേണം. നല്ല സഹനശീലം ഉണ്ടാകണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇപ്പോഴേ എന്ത് ചെയ്യണം? ഇപ്പോഴേ കിട്ടുന്ന സഹനങ്ങളെല്ലാം സന്തോഷത്തോടെ സഹിക്കണം. ചെറിയൊരു പനി വരുമ്പോഴും അതുപോലെ മറ്റ് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഞെരുക്കങ്ങളൊക്കെ വരുമ്പോൾ, സഹനങ്ങളൊക്കെ വരുമ്പോൾ ആ സഹനങ്ങളെല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി അതൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ സഹന ശക്തിയുള്ളവരായി മാറ്റപ്പെടും. അതുകൊണ്ട് അത് മാത്രമല്ല, പിന്നീട് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം, ദൈവമേ സഹിക്കാനുള്ള ശക്തി തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. അപ്പൊ നമുക്ക് അവസാനം വരെ സഹിച്ചു നിൽക്കാനായിട്ടുള്ള കൃപ ലഭിക്കും. എന്നാൽ ഒരു പട്ടണത്തിൽ നിങ്ങളെ ഉപദ്രവിച്ചാൽ മറ്റൊന്നിലേക്ക് ഓടിപ്പോവുകയും മനുഷ്യപുത്രൻ വരുവോളം നിങ്ങൾ ഇസ്രായേൽ പട്ടണങ്ങളെ സഞ്ചരിച്ച് തീരുകയില്ലെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. പിന്നീട് യേശു ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന മറ്റൊരു നിർദ്ദേശമാണ് 24 മുതലുള്ള വാക്യങ്ങൾ. ഒന്ന് വായിക്കാമോ? 24-25. ശിഷ്യൻ ഗുരുവിന്മീതെ അല്ല, ദാസൻ യജമാനു മീതെയുമല്ല. ഗുരുവിനെ പോലെയാകുന്നത് ശിഷ്യനു മതി, യജമാനെ പോലെയാകുന്നത് ദാസനും മതി. അവർ വീട്ടുടയവനെ ബേത്സബൂൽ എന്ന് വിളിച്ചുവെങ്കിൽ വീട്ടുകാരെ എത്രയധികം. അതുകൊണ്ട് അവരെ ഭയപ്പെടേണ്ട. മതി. അതായത് ശിഷ്യൻ ഗുരുവിന് മീതെയല്ല, ദാസൻ യജമാനു മീതെയുമല്ല. അതായത് ഈ ശുശ്രൂഷകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അഹങ്കാര ചിന്ത കയറി വരാൻ സാധ്യതയുണ്ട്. അത് എവിടുന്ന് വരുന്നതാ? യെശയ്യാവ് 14 കിടപ്പുണ്ട്. സാത്താൻ ഒരു അഹങ്കാര ചിന്തയുണ്ടായിരുന്നു. ദൈവത്തെ കാട്ടിലും വലിയവനാകും എന്നുള്ള ഒരു അഹങ്കാര ചിന്ത സാത്താന് കയറി വന്നു. ഇതേ പ്രലോഭനവുമായിട്ട് ആര് വരും? ഇപ്പൊ രോഗികളെ സുഖപ്പെടുത്തുന്നു, പിശാചുകളെ പുറത്താക്കുന്നു, അതുപോലെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് പിശാച് ഒരു പ്രലോഭനമായിട്ട് വരും. ഇപ്പോ നീ ദൈവത്തെ പോലെയായി, അല്ലെങ്കിൽ ദൈവത്തെക്കാട്ടിലും നിന്റെ ഗുരുവിനെക്കാട്ടിലും വലിയവനായി എന്നുള്ള ചിന്താഗതി സാത്താൻ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് മുന്നറിയിപ്പ് കൊടുക്കുന്നത്, ശിഷ്യൻ ഗുരുവിന് മീതെയല്ല, ദാസൻ യജമാനു മീതെയുമില്ല. ഗുരുവിനെ പോലെയാകുന്നത് ശിഷ്യന് മതി, അതുപോലെയൊക്കെ ആയാൽ മതി എന്ന് കർത്താവ് പറയുകയാണ്. പിന്നീട് 26, അതുകൊണ്ട് അവരെ ഭയപ്പെടണം. മറച്ചു വച്ചത് ഒന്നും വെളിപ്പെടാതെയും ഗൂഢമായത് ഒന്നും അറിയാതെയും ഇരിക്കുകയില്ല. അതായത് എന്തെല്ലാം മറച്ചു വെച്ചാലും അതെല്ലാം വെളിപ്പെട്ട് വരും.
എവിടെ മറച്ചു വെക്കുന്നത്? മനസ്സിലും ഹൃദയത്തിലും. അതെല്ലാം എന്ത് കർത്താവ് ശിഷ്യന്മാരോട് പറയുക, ഇതെല്ലാം പുറത്തു വരും. അതുകൊണ്ട് ഒന്നും മറവില്ലാതെ ദൈവസന്നദ്ധിയിൽ നിഷ്കളങ്കരായി നിലകൊള്ളുവാനായിട്ട് പറയുകയാണ്. ഞാൻ ഇരുട്ടത്തിൽ നിങ്ങളോട് പറഞ്ഞത് വെളിച്ചത്തിൽ പറയുവീൻ, ചെവിയിൽ പറഞ്ഞു കേൾക്കുന്നത് പുരമകളിൽ ഘോഷിപ്പീൻ. ഇത് വചന പ്രഘോഷണം നടത്തുന്നതിനെ പറ്റിയുള്ള കാര്യമാണ്. ശിഷ്യന്മാരെ ഇരുത്തി രഹസ്യത്തിൽ പഠിപ്പിച്ചു. കർത്താവ് പറയുകയാണ് പരസ്യത്തിൽ ലോകത്തോട് വിളിച്ചു പറയാനായിട്ട് പറയുകയാണ്. പിന്നീട് 28-ാമത്തെ വാക്യം, ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട, ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിപ്പാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവീൻ. യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ഭയപ്പെടുന്നത് നമ്മളെ കൊല്ലാൻ വരുന്നവരെയാണ്. പക്ഷെ കർത്താവ് പറയുകയാണ്, നിന്റെ ശരീരത്തെ കൊല്ലുന്നവരെ അല്ല നീ ഭയപ്പെടേണ്ടത്, നിന്റെ ആത്മാവിനെ കൊല്ലാൻ കഴിവുള്ള, നിന്റെ ശരീരത്തെ നിത്യാഗ്നിയിലേക്ക് തള്ളിയിടാൻ കഴിവുള്ള നിന്റെ ദൈവത്തെ ഭയപ്പെടുവീനെന്ന് പറയുകയാണ്. പിന്നീട് കർത്താവ് ആകുലപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള വചനമാണ്. നിങ്ങളുടെ തലയിലെ കാശിനെ 2 കുരികിൽ വിൽക്കുന്നില്ലയോ, അവയിൽ ഒന്നുപോലും നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിലത്ത് വീഴുകയില്ല. എന്നാൽ നിങ്ങളുടെ തലയിലെ രോമവും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു, ആകയാൽ ഭയപ്പെടേണ്ട. അതായത് ജീവിതത്തെ പറ്റി ഒരു തരത്തിലും ആകുലപ്പെടേണ്ട എന്ന് കർത്താവ് പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? നമുക്ക് പോലും നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥ പൂർണ്ണമായിട്ട് അറിയില്ല. അതായത് നമ്മുടെ ശരീരത്തിൽ എത്ര തുള്ളി രക്തമുണ്ട്, അല്ലെങ്കിൽ എത്ര ലിറ്റർ രക്തമുണ്ടെന്ന് നമുക്കറിയോ? ഇപ്പൊ പിന്നെ ആധുനിക വൈദ്യശാസ്ത്രമൊക്കെ ഉള്ളത് കൊണ്ട് പോയി പരിശോധിച്ചാൽ എത്രയാണെന്നൊക്കെ അറിയാം. പക്ഷെ അല്ലെങ്കിൽ അറിയില്ല. ആന്തരിക അവയവങ്ങളുടെ പ്രവൃത്തി എങ്ങനെ നടക്കുന്നതെന്ന് അറിയോ? അല്ല, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അതിന്റെ ദഹനം എങ്ങനെ നടക്കുന്നു അറിയില്ല. ഇപ്പൊ ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇന്നത്തെ ടെക്നോളജി അനുസരിച്ച് ഇതൊക്കെ കണ്ടെത്താനായിട്ട് സാധിക്കും. തലയിലെ മുടി ആർക്കെങ്കിലും എണ്ണി തിട്ടപ്പെടുത്താനായിട്ട് പറ്റുമോ? അല്ലെങ്കിൽ ശരീരം മുഴുവനും നമുക്ക് എത്രയോ രോമങ്ങളുണ്ട്. ഈ രോമങ്ങളെല്ലാം എണ്ണി ഇതിന്റെ എണ്ണം തിട്ടപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കൂ? ഒരിക്കലും സാധിക്കില്ല. കർത്താവ് പറയാണ് അതെല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. ദൈവത്തിനറിയാം എൻ്റെ ശരീരത്തിൽ എത്ര മുടിയിടകൾ ഉണ്ട് എന്ന് ദൈവത്തിനറിയാം. അപ്പോൾ കർത്താവ് പറയുകയാണ് അതുകൊണ്ട് ഒന്നിനെ പറ്റിയും ഭാരപ്പെടരുത്. അത്രമേൽ ഡീപ്പായി ദൈവം നമ്മളെ അറിയുന്നുണ്ട്. അതുകൊണ്ട് ഒന്നിനെ പറ്റിയും ആകുലപ്പെടേണ്ട എന്ന് പറയുന്നു. 32-ാമത്തെ വാക്യം, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്ന ഏവനെയും സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റു പറയും. ഇത് നമ്മൾ ശരിക്കും നന്നായിട്ട് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ഈ സമൂഹത്തിൽ യേശുവിനെ ഏറ്റു പറയാൻ നമുക്ക് മടിയാണെങ്കിൽ അന്ത്യനായ ഒരു ദിവസം യേശു നമ്മളെ ഏറ്റു പറയില്ല. യേശുവിനെ പറ്റി പറയണം. യേശുവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും നമ്മുടെ കയ്യിൽ വഹിക്കാനൊന്നും ഒരു നാണവും വിചാരിക്കരുത്. വേദപുസ്തകം എടുത്ത് പിടിച്ച് നടന്ന് പള്ളി വരാനായിട്ട് ചിലപ്പോൾ പള്ളിയിലുള്ളവർ തന്നെ കുറെ അവിശ്വാസികൾ ഉണ്ടല്ലോ, അവരൊക്കെ എന്ത് ചെയ്യും? അവര് ദുഷിക്കും, നാണം കെടുത്തുന്ന രീതിയിൽ സംസാരിക്കും. പക്ഷെ കർത്താവ് പറയാണ് എന്നാലും ഏറ്റു പറയണം. ഇത് ആരെല്ലാം നാണം കെടുത്തിയാലും ആരെല്ലാം മോശമായിട്ട് ചിത്രീകരിച്ചാലും എന്ത് ചെയ്യണം? ഇത് ചില പേര് കുരിശുമാലയൊക്കെ ഇട്ട് നടന്നു കഴിഞ്ഞാൽ ആളുകൾ പുച്ഛത്തോടെ നോക്കും. അപ്പൊ ആ പുച്ഛം എന്ത് ചെയ്യണം? വളരെ സന്തോഷത്തോടെ സ്വീകരിക്കണം. കാരണം യേശുവിനെ ഏറ്റുപറയുകയാണ് ഈ ഒരു കുരിശ് ധരിച്ചുകൊണ്ട് നടക്കുമ്പോൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശുവിനെ ഏറ്റുപറയാൻ ലഭിക്കുന്ന ഏത് സാഹചര്യത്തിലും ഏറ്റുപറയുവാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ യേശു സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ നമ്മളെയും ഏറ്റുപറയും. പിന്നീട് 34 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? 34 മുതൽ. ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിരൂപിക്കരുത്. സമാധാനമല്ല, വാളത്രേ വരുത്തുവാൻ ഞാൻ വന്നത്. മനുഷ്യനെ തന്റെ അപ്പനോടും മകളെ അമ്മയോടും മരുമകളെ അമ്മായി അമ്മയോടും ഭേദിപ്പിക്കുവാൻ അത്രേ ഞാൻ വന്നത്. മനുഷ്യന്റെ വീട്ടുകാർ തന്നെ അവന്റെ ശത്രുക്കളാകും. എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. തന്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും. എന്റെ നിമിത്തം തന്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും. അതായത് കർത്താവ് പറയുകയാണ് ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നുവെന്ന് നിരൂപിക്കരുത്. ഇത് ഒരാഴ്ചയിലെ ഏവങ്കേലിയോനാണ്. അപ്പോ ആ ഏവങ്കേലിയോൻ പ്രസംഗത്തിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. കർത്താവ്
അസമാധാനം വിതയ്ക്കാനൊന്നും അല്ല വന്നിരിക്കുന്നത്. കർത്താവ് പറയുന്നത് ഇങ്ങനെ നമ്മൾ അക്ഷരാർത്ഥത്തിൽ എടുത്താൽ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇടയാകും. കർത്താവ് പറയുകയാണ്, സമാധാനമല്ല വാളത്രേ വരുത്തുവാൻ ഞാൻ വന്നത്. എന്താണ് ഈ വാള്? വചനമാണ്. അപ്പൊ ഒരു വീട്ടിൽ വചനത്തോട് തുറവിയില്ലാത്ത ഒരു മകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മരുമകൾ ഉണ്ടെങ്കിൽ, അവിടെ എന്ത് സംഭവിക്കും? അമ്മായിയമ്മ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവളും നല്ല രീതിയിൽ വചനം പ്രകാരം ജീവിക്കുന്നവളും, പക്ഷെ മരുമകള് തോന്നിയതുപോലെ ജീവിക്കുന്നവളാണെങ്കിൽ ആ വീട്ടിൽ എന്തുണ്ടാകും? ദൈവത്തിന്റെ യേശു വരുമ്പോ ആ വീട്ടിൽ സമാധാനം ഉണ്ടോ? ഇല്ല. യേശു എന്ന് പറയുമ്പോൾ വചനം വരുമ്പോ സമാധാനം ഉണ്ടോ? ഇല്ല. എന്താണ്? അമ്മ മോളെ പള്ളിയിൽ പോവാന്ന് പറയുമ്പോൾ ഈ അമ്മായിയമ്മയോട് എതിര് പറയും, അവിടെ അസമാധാനം ഉണ്ടാകും. അതേപോലെ തന്നെ അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധത്തിലും, മക്കള് ദൈവവിശ്വാസികളല്ലെങ്കിൽ അപ്പനും അമ്മയ്ക്കും എന്നും പ്രയാസമായിരിക്കും, അവിടെ അസമാധാനം ഉണ്ടാകും. ഈ അസമാധാനത്തെ പറ്റിയാണ് ആര് പറയുന്നത്? യേശു പറയുന്നത്. അതല്ലാതെ യേശു അസമാധാനം വരുത്താനല്ല വരുന്നത്, സമാധാനം വരുത്താൻ തന്നെയാണ്. പക്ഷെ എല്ലാവരും ഇത് സ്വീകരിക്കണം. ഒരു കുടുംബത്തിൽ എല്ലാവരും ഇത് സ്വീകരിച്ചാൽ ആ കുടുംബത്തിൽ എന്താണ്? സമാധാനമുണ്ട്. പക്ഷെ ആരെങ്കിലും ഒരാൾ സ്വീകരിക്കാതിരുന്നാൽ അവിടെ അസമാധാനമായിരിക്കും. പിന്നീട് യേശു പറയുകയാണ്, എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. അതായത് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ നിന്റെ ദൈവത്തെ സ്നേഹിക്കണം. ദൈവത്തിന്റെ പ്രധാനപ്പെട്ട കൽപ്പനയാണ്. അപ്പൊ അതിലുപരി ആരെ സ്നേഹിക്കുന്നോ അതെല്ലാം പാപമാണ്. കാരണം എന്താന്ന് ചോദിച്ചാൽ, നമ്മള് മറ്റ് ദൈവത്തെക്കാൾ ഉപരി മറ്റാരെ സ്നേഹിക്കുന്നോ അവര് പറയുന്നത് നമ്മൾ കേൾക്കും. അതാണ് പ്രശ്നം. ഇപ്പൊ ആദം ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിച്ചവനായിരുന്നെങ്കിൽ ഹവ്വ കൊണ്ടുപോയി ആ പഴം കൊടുക്കുമ്പോ അദ്ദേഹം എന്ത് ചെയ്തേനെ? മോളെ ഇത് കർത്താവ് കഴിക്കണ്ടെന്ന് പറഞ്ഞതല്ല, അതുകൊണ്ട് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞേനെ. പക്ഷെ അദ്ദേഹം ദൈവത്തെക്കാൾ ഉപരി ഭാര്യയുടെ വാക്കിന് വില കൊടുത്തു. അവസാനം വലിയ അപകടത്തിൽ ചെന്ന് പതിക്കുകയാണ്. പിന്നീട് കർത്താവ് പറയുന്ന, ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. അതായത് ഈ ജീവിത യാത്രയിൽ സഹനങ്ങളും ദുഃഖങ്ങളും നെടുവീർപ്പുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷെ കർത്താവിന്റെ കൂടെ നടക്കുമ്പോൾ കർത്താവ് ഇതിനെല്ലാം അതിജീവിക്കാനുള്ള കൃപകൾ തന്ന് നമ്മളെ നടത്തും. അതുകൊണ്ടാണ് നീതിമാന്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ്, പക്ഷെ കർത്താവ് അതിൽ നിന്നെല്ലാം അവനെ വിമോചിപ്പിച്ച് വഴി നടത്തുമെന്ന് വചനം പഠിപ്പിക്കുന്നത്. പിന്നീട് 40 മുതലുള്ള വാക്യങ്ങൾ, നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു എന്ന് പറയുകയാണ്. അതായത് ശിഷ്യ സമൂഹത്തെ, ഈ അപ്പസ്തോലന്മാരെ കൈക്കൊള്ളുക എന്ന് പറയുമ്പോൾ അവരിലൂടെ ദൈവം എന്താണോ നമുക്ക് തരുന്നത്, ദൈവിക സന്ദേശങ്ങൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നു. പിന്നീട് പറയുന്നത്, നിങ്ങൾ എന്നെ സ്വീകരിക്കുമ്പോൾ എന്നെ അയച്ച എൻ്റെ പിതാവിനെ സ്വീകരിക്കുന്നു. അപ്പോൾ ശിഷ്യ സമൂഹത്തെ അവരിലൂടെ ലഭിക്കുന്ന സന്ദേശങ്ങൾ സ്വീകരിക്കാതിരിക്കുമ്പോൾ യേശുവിനെയാണ് സ്വീകരിക്കാതിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കണമേ. പിന്നീട് പറയുന്നു, പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും, നീതിമാൻ എന്ന് വെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാന്റെ പ്രതിഫലം ലഭിക്കും. അതായത് ഒരു പ്രവാചകനെ പോലെ കൈക്കൊള്ളുക, അതായത് പ്രവാചകൻ നടന്നതുപോലെ നടക്കുന്ന ഒരു ജീവിതം നമ്മുടെ ജീവിതത്തെ അങ്ങനെ മാറ്റുമ്പോൾ, ഒരു നീതിമാനെ പോലെ നമ്മളും ജീവിക്കുമ്പോൾ ആ നീതിമാന് കിട്ടുന്ന അതേ പ്രതിഫലം നമുക്കും കിട്ടുമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. പിന്നീട് ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവരിൽ ഒരുത്തനെ ഒരു പാനപാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോവുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അതായത് ഈ ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് നിങ്ങൾ കൊടുക്കുന്ന ഓരോ സംഭാവനകൾക്കും സ്വർഗത്തിൽ പ്രതിഫലമുണ്ട് എന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. അതായത് പള്ളിയിൽ കൊണ്ടുവന്ന് തരുന്ന പണത്തിനെല്ലാം ഇവിടുന്ന് റെസിപ്റ്റ് മാത്രമല്ല, സ്വർഗത്തിൽ നിന്ന് പ്രതിഫലം കൂടെ തീർച്ചയായിട്ടും ലഭിക്കുമെന്ന ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുന്നു. അതോടുകൂടെ അധ്യായം അവസാനിക്കുന്നു. 41 സങ്കീർത്തനമാണ് ഇന്ന് പഠിക്കാനുള്ള സങ്കീർത്തനം. അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കാമോ? എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. യഹോവ അവനെ കാത്തു ജീവനോടെ പാലിക്കും. അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും. അവന്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് നീ അവനെ ഏൽപ്പിക്കുകയില്ല. യഹോവ അവനെ രോഗശയ്യയിൽ താങ്ങും. ദീനത്തിൽ നീ അവന്റെ കിടക്കയെല്ലാം മാറ്റിവിരിക്കുന്നു. അതായത് എളിയവനെ ആദരിക്കുന്നവന് ദൈവം കൊടുക്കുന്ന 5 അനുഗ്രഹങ്ങളെ പറ്റിയാണ് ആദ്യ ഭാഗത്ത് എഴുതി വച്ചിരിക്കുന്ന. എളിയവൻ എന്ന് പറയുമ്പോൾ
സാമ്പത്തികമായ പ്രയാസം അനുഭവിക്കുന്ന വ്യക്തികൾ എന്ന് മാത്രമല്ല, മറിച്ച് മറ്റെല്ലാ മേഖലകളിലും പാർശ്വവൽക്കരിക്കപ്പെട്ട എല്ലാവരെയും ഇതിനകത്ത് ഉൾപ്പെടുത്തണം. അപ്പൊ അങ്ങനെയുള്ള എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. അതിൽ ഒന്നാമത് ലഭിക്കുന്ന ബ്ലെസ്സിങ് ആണ് അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. അപ്പൊ അനർത്ഥ ദിവസം എല്ലാവർക്കും ഉണ്ട്, പക്ഷെ ഈ എളിയവനെ ആദരിക്കുന്നവനെ കർത്താവ് ആ അനർത്ഥ ദിവസത്തിൽ നിന്ന് വിടുവിക്കും. ഒന്നാമത്. രണ്ട്, യഹോവ അവനെ കാത്ത് ജീവനോടെ പാലിക്കും. അവന്റെ ജീവനെ തൊടാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് ഇയ്യോബിന്റെ പുസ്തകം 31 അധ്യായം നിങ്ങൾ വായിച്ചാൽ മതി. അതിനകത്ത് ഇയ്യോബ് എളിയവനെ ആദരിച്ച് ജീവിച്ചവനായിരുന്നു. അതുകൊണ്ടാണ് സാത്താനോട് കർത്താവ് പറയുന്നുണ്ട്, അവന്റെ ജീവനെ നീ തുടരുതെന്ന് പറയുന്നുണ്ട്. അപ്പോ ജീവൻ തൊടാതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ ആര് തരും? ദൈവം തരും. പിന്നീട് മൂന്നാമത്തെ ബ്ലെസ്സിങ്, അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും. ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ഭൂമിയിൽ നല്ല സമൃദ്ധിയിലും നല്ല അനുഗ്രഹത്തിലും ജീവിക്കാനായിട്ട് ഇടയായിത്തീരും. പിന്നീട് പറയുകയാണ്, അവന്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് നീ അവനെ ഏൽപ്പിക്കുകയില്ല. 2 തരം ശത്രുക്കളാണ്. ഒന്ന് ദുഷ്ടമനുഷ്യർ, 2 പിശാചും ദുഷ്ടമനുഷ്യരുടെയും ഇഷ്ടത്തിന് ഏൽപ്പിക്കുകയില്ല. പിന്നീട് 5ാമത്തെ ബ്ലെസ്സിങ് ആണ്, യഹോവ അവനെ രോഗശയ്യയിൽ താങ്ങും, ദീനത്തിൽ നീ അവന്റെ കിടക്കയെല്ലാം മാറ്റി വിരിക്കുന്നു. അതായത് രോഗ അവസ്ഥകളിലൂടെ പോകുമ്പോൾ അവിടെ എല്ലാം ആശ്വാസവും സൗഖ്യവും ലഭിക്കുമെന്ന് കർത്താവിന്റെ വചനം പഠിപ്പിക്കുകയാണ്. പിന്നീട് അപ്പൊ ചിലപ്പോൾ നിങ്ങൾ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായേക്കാം, അൽഫോൺസാമ എന്ന രോഗിയായിരുന്നല്ലോ അല്ലേ, എളിയവരെ ആദരിച്ചവളാണ്, പക്ഷെ എന്നും രോഗിയായിരുന്നല്ലോ. പരിമളത്തിനും എനിക്ക് രോഗം വന്നില്ലേ? എളിയവരെ ആദരിച്ച വ്യക്തിയാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്പൊ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, കർത്താവ് സഹനം കൊടുത്തതാണത്. അതായത് കുരിശിന്റെ ഭാഗം കൊടുത്തതാണ് ആ രോഗപീഠകളും പ്രയാസങ്ങളും. ഇവിടെ പറയുന്ന രോഗം എന്ന് പറയുന്നത് പിശാചിലൂടെ കടന്നു വരുന്ന രോഗങ്ങൾ എല്ലാം അതാണ്. പിശാചിലൂടെ കടന്നു വരുന്ന എല്ലാം കർത്താവ് മാറ്റി വിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ ദൈവത്തിൽ നിന്ന് വരുന്നതുമുണ്ട്, പിശാചിൽ നിന്ന് വരുന്നതുമുണ്ട്. പിശാച് ബന്ധിച്ചിട്ടു എത്ര വർഷമായിരുന്നു? 18 വർഷമായിട്ട് രോഗാത്മാവ് ബാധിച്ചു എന്നൊക്കെ എഴുതി വെച്ചിട്ടില്ലേ? കൂനിയായി നിവരാൻ കഴിയാതെ അങ്ങനെ രോഗികളായിട്ടുള്ളവർക്ക് കർത്താവ് എന്ത് ചെയ്യുന്നുണ്ട്? രോഗശയ്യയിൽ താങ്ങി അവരെ രക്ഷിക്കുന്നുണ്ട്. പിന്നീട് 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ഇത് കൈസരിയയിലെ വിശുദ്ധ യൗസേബിയോസ് എന്ന് പറയുന്ന ഒരു പിതാവ് ഇതിനെപ്പറ്റി പറയുന്നത്, ഇത് യേശുക്രിസ്തുവിന് വരാൻ പോകുന്ന ഒരു കാര്യത്തെ പറ്റിയുള്ള ഒരു പ്രവചനമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നമുക്ക് വായിച്ചു നോക്കുമ്പോൾ അറിയാം, അതിനകത്ത് ഇദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ സ്നേഹിതൻ പോലും തനിക്കെതിരെ കുതികാൽ ഉയർത്തുന്നു എന്ന് ദാവീദ് പറയുന്ന ഒരു സാഹചര്യമാണ്. അത് പിന്നീട് വായിച്ചാൽ മതി, പെട്ടെന്ന് വായിക്കാം. യഹോവ എന്നോട് കൃപ തോന്നി എന്നെ സൗഖ്യമാക്കണമേ, നിന്നോടല്ലോ ഞാൻ പാപം ചെയ്തത് എന്ന് ഞാൻ പറഞ്ഞു. 5 മുതലുള്ള വാക്യം വായിക്കാമോ? അവൻ എപ്പോൾ മരിച്ച് അവന്റെ പേര് നശിക്കുമെന്ന് എന്റെ ശത്രുക്കൾ എന്നെ കുറിച്ച് ദോഷം പറയുന്നു. ഒരുത്തൻ എന്നെ കാണുവാൻ വന്നാൽ അവൻ കപടവാക്ക് പറയുന്നു. അവന്റെ ഹൃദയം നീതികേട് സംഗ്രഹിക്കുന്നു. അവൻ പുറത്തുപോയി അത് പ്രസ്താവിക്കുന്നു. എന്നെ പായിക്കുന്നവരൊക്കെയും എനിക്ക് വിരോധമായി തമ്മിൽ മന്ത്രിക്കുന്നു. അവർ എനിക്ക് ദോഷം ചിന്തിക്കുന്നു. ഒരു ദുർവ്യാധി അവന് പിടിച്ചിരിക്കുന്നു. അവൻ കിടപ്പിലായി, ഇനി അവൻ എഴുന്നേൽക്കുകയില്ല എന്നവർ പറയുന്നു. ഞാൻ വിശ്വസിച്ചവനും എന്റെ അപ്പം തിന്നവനുമായ എന്റെ പ്രാണസ്നേഹിതൻ പോലും എന്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു. 9 വരെ മതി. അതായത് ഞാൻ വിശ്വസിച്ചവനും എന്റെ അപ്പം നിന്നവനുമായ എന്റെ പ്രാണസ്നേഹിതൻ പോലും എന്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു. ഇത് ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ്. ദാവീദിന്റെ അനുഭവത്തിൽ എഴുതിയതാണ്. പക്ഷെ എല്ലാ സങ്കീർത്തനങ്ങളിലും ഭൂരിഭാഗം സങ്കീർത്തനങ്ങളിലും യേശു മറഞ്ഞിരിക്കുന്നുണ്ട്. ഇത് യേശുവിനെ പറ്റിയുള്ള ഒരു പ്രവചനം കൂടെയാണ്. അതായത് യൂദാസ് ഒറ്റിക്കൊടുക്കുന്നതിനെ പറ്റിയുള്ള ഒരു പ്രവചനമാണ്. ഞാൻ വിശ്വസിച്ചവനും എന്റെ അപ്പം നിന്നവനുമായ എന്റെ പ്രാണസ്നേഹിതൻ പോലും എന്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു. എന്നാൽ ദാവീദിന്റെ അനുഭവത്തിൽ അഹീത്തോഫൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രാണസ്നേഹിതൻ അബ്ശാലോം എന്ന് പറയുന്ന ദാവീദിന്റെ മകൻ ശത്രുവായി തീരുമ്പോൾ ദാവീദിന്റെ പക്ഷത്ത് നിന്ന് മകന്റെ പക്ഷത്തേക്ക് ചേർന്ന് നിന്ന് ദാവീദിനെ ചതിക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് അഹിത്തോഫൽ. ആ സാഹചര്യത്തിലാണ് ദാവീദ് ഇങ്ങനെ എഴുതുന്നത്. പക്ഷെ അത് ക്രിസ്തുവിലേക്ക് വരുമ്പോൾ
യൂദാസ് ഒറ്റിക്കൊടുക്കുന്നതിന് മുന്നേ ഉള്ള ഒരു പ്രവചനമായിട്ട് അതിനെ കണ്ടെത്താനായിട്ട് സാധിക്കും. ഒത്തിരി മിക്ക സങ്കീർത്തനങ്ങളിലും യേശു മറഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. പിന്നീട് 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ സമാധാനത്തിനും സൗഖ്യത്തിനും വേണ്ടി ദാവീദ് നടത്തുന്ന പ്രാർത്ഥനയാണ്. അതോടുകൂടെ ആ സങ്കീർത്തനം അവസാനിക്കുന്നു. ദൈവത്തിന്റെ വലിയ കൃപയാൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായവും 41-ാം സങ്കീർത്തനവും മനസ്സിലാക്കുവാനായിട്ട്, കുറെയൊക്കെ മനസ്സിലാക്കാനായിട്ട് ദൈവം നമുക്ക് കൃപ തന്നു. ദൈവത്തിന് നന്ദി അർപ്പിക്കാം. അടുത്ത നാളുകളിലും ദൈവത്തിന്റെ വലിയ കൃപയും അനുഗ്രഹങ്ങളും ലഭിക്കാനും വചനത്തിന്റെ ആഴങ്ങൾ മനസ്സിലാക്കാനും ദൈവം ഇടയാക്കി തീർക്കുന്നതിന് വേണ്ടി നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച് ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. കാരുണ്യവാനായ ദൈവമേ, അനുഗ്രഹീതമായ ഈ സന്ധ്യായാമത്തിൽ കർത്താവെ, അങ്ങയുടെ വചനം കേൾക്കുവാനും അത് പഠിക്കുവാനും ദൈവമേ അങ്ങ് നൽകിയ വലിയ കൃപയ്ക്കായിട്ട് നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. അങ്ങയുടെ അപ്പോസ്തലന്മാരെ ദൈവരാജ്യത്തിന്റെ ശക്തിയോടുകൂടെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി അവിടുന്ന് അയക്കുന്നതിനെ പറ്റിയാണല്ലോ ഞങ്ങളന്ന് വായിച്ച് മനസ്സിലാക്കിയത്. മാമോദീസ സ്വീകരിച്ച ഞങ്ങളെല്ലാവരും കർത്താവെ അങ്ങയുടെ ശിഷ്യന്മാരായതുകൊണ്ട് തന്നെ ഭൂതലമൊക്കെയിലും പോയി ചുറ്റുപാടുമുള്ള എല്ലാവരോടും അങ്ങയെപ്പറ്റി പ്രഘോഷിക്കുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്വം ഞങ്ങളുടെ എല്ലാം ശിരസിൽ കിടക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് ദൈവമേ ഞങ്ങൾക്ക് അവിടുന്ന് തരണമേ. അതിനനുസരിച്ച് ദൈവമേ ഞങ്ങളുടെ കുടുംബക്കാരോടും മക്കളോടും അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളോടും അയൽവക്കക്കാരോടുമെല്ലാം അങ്ങയെപ്പറ്റി, അങ്ങയുടെ രാജ്യത്തെ പറ്റി ദൈവമേ പറയുവാനും അങ്ങനെ അങ്ങയുടെ സ്നേഹം ദൈവമേ രക്ഷ അവർക്കും ലഭ്യമാകത്തക്കവണ്ണം ദൈവമേ അവിടുന്ന് ഞങ്ങളുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. സുവിശേഷത്തിന്റെ ചൈതന്യം, ആത്മചൈതന്യം കൊണ്ട് ഞങ്ങളെയും അവിടുന്ന് നിറയ്ക്കണമേ. മാർത്തോമാ ശ്ലീഹ ഭാരതത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ദൈവമേ ഇന്ന് ഇങ്ങനെ ഒരു ശുശ്രൂഷ പോലും ഉണ്ടാവില്ലായിരുന്നല്ലോ കർത്താവേ. അതുപോലെ ഈ കാലഘട്ടത്തിലും അനേകരെ അവിടുന്ന് എഴുന്നേൽപ്പിച്ച് ലോക സുവിശേഷീകരണത്തിന് വേണ്ടി ശക്തിപ്പെടുത്തണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം കൊടുത്ത കർത്താവേ, ഞങ്ങൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ സാത്താന്റെ സിംഹാസനം ഉള്ളടമാണെന്നും അവൻ ആരെ വിഴുങ്ങേണ്ടെന്ന് വെച്ച് അലറിക്കൊണ്ട് നടക്കുന്നുവെന്നും വചനത്തിലൂടെ അങ്ങ് വെളിപ്പെടുത്തുന്നുണ്ടല്ലോ ദൈവമേ. അതുകൊണ്ട് ദൈവത്തിന്റെ സർവായുധ വർഗങ്ങൾ ധരിച്ച് സാത്താനോട് പോരാടി അവനെ എതിർത്ത് ദൈവമേ അങ്ങേക്ക് കീഴടങ്ങി നിലകൊള്ളുവാനും അങ്ങനെ സാത്താൻ പരാജിതനായി തീരുവാനും അവിടുന്ന് ഇടയാക്കി തീർക്കണമേ. അവന്റെ പ്രലോഭനങ്ങളിലും അവന്റെ പരീക്ഷകളിലും അതിജീവിക്കാനുള്ള വലിയ കൃപ തന്ന്, ആത്മനിറവ് തന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് നയിക്കണമേ. കർത്താവെ, രോഗികൾ സുഖപ്പെട്ടു, പാപികൾ മാനസാന്തരപ്പെട്ടു, എല്ലാം മരിച്ചവരെ ഉയർപ്പിപ്പേനെന്നെല്ലാമുള്ള ആഹ്വാനം പ്രകാരം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുവാനായിട്ട് ഇടയായി തീർന്നല്ലോ ദൈവമേ. അതുപോലെ ഈ കാലഘട്ടത്തിലും അങ്ങയുടെ അത്ഭുതകരമായ കരം ദൈവമേ ഈ സമൂഹത്തിലും അവിടുന്ന് വ്യാപരിപ്പിക്കണമേ. അതിലൂടെ വലിയ വിശ്വാസത്തിന്റെ അനുഭവങ്ങളിലേക്ക് നടന്നു നീങ്ങുവാൻ ഈ സമൂഹത്തെ അവിടുന്ന് സഹായിക്കണമേ കർത്താവെ. പിന്നീട് ശിഷ്യന്മാർക്ക് കൊടുത്ത നിബന്ധനകളും കണ്ടീഷൻസും ഒക്കെ ഞങ്ങൾ കണ്ടു. അതിൻ പ്രകാരം ദൈവമേ ആകുലപ്പെടാതെ ജീവിക്കാൻ, കുറിച്ചെടുത്ത് മുന്നോട്ട് പോകാൻ, സ്വന്തം ജീവനേക്കാൾ ഉപരി അങ്ങയെ സ്നേഹിക്കാൻ ഒക്കെ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. എന്നെ കൈക്കൊള്ളുന്നവൻ നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നുവെന്നും എന്നെ കൈക്കൊള്ളുന്നവൻ എൻ്റെ പിതാവിനെ കൈക്കൊള്ളുന്നുവെന്നുമെല്ലാം ഞങ്ങളെ അവിടുന്ന് പഠിപ്പിച്ചുവല്ലോ. അതുകൊണ്ട് ദൈവമേ, അപ്പോസ്തോലിക പാരമ്പര്യത്തിലൂടെ ലഭിക്കുന്ന എല്ലാ ദൈവിക സന്ദേശങ്ങളെയും സ്വീകരിക്കാനും അതിനനുസരിച്ച് ജീവിക്കാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കണമേ. 41-ാം സങ്കീർത്തനം ആദ്യ ഭാഗത്ത് എളിയവനെ ആദരിക്കുന്നവന് ലഭിക്കുന്ന 5 സൗഭാഗ്യങ്ങളെ പറ്റി, അനുഗ്രഹങ്ങളെ പറ്റി അവിടുന്ന് വെളിപ്പെടുത്തിയല്ലോ. അതുകൊണ്ട് ദൈവമേ, സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട എളിയവരായി ജീവിക്കുന്നവരെ കരുതുവാനും അവരെ സ്നേഹിക്കുവാനും അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അഭിഷേകം ചെയ്യണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദാവീദ് ദൈവമേ, ദാവീദിന്റെ പ്രാണസ്നേഹിതൻ തനിക്കെതിരാകുമ്പോൾ അദ്ദേഹം വലിയ വേദന അനുഭവിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് ഒരു പ്രവചന കൂടെ ആയിരുന്നല്ലോ ദൈവമേ. ഇതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ സ്നേഹിതരും ഞങ്ങളുടെ കൂടെയുള്ളവരൊക്കെ എതിരായി തീരുമ്പോൾ കർത്താവേ, അങ്ങയെപ്പോലെ ആ സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ഇവിടുന്ന് അനുഗ്രഹിക്കണമേ ദൈവമേ. ഇടവകയെയും ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും
പ്രത്യേകിച്ച് ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നവരെയും അവരുടെ കുടുംബങ്ങളെയും അവിടുന്ന് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ഈ ഇടവകയിലെ രോഗപീഠകളിലൂടെ കടന്നു പോകുന്നവരുടെ മേൽ കരുണ തോന്നി ദൈവമേ, ഈ വചനപ്രകാരം ദൈവമേ ഈ വചനത്തിന്റെ അഭിഷേകം അയച്ച് ഈ വചനത്തിന്റെ ശക്തി അയച്ച് രോഗികളെ അങ്ങ് സുഖപ്പെടുത്തി അനുഗ്രഹത്തിലേക്ക് നയിക്കണമേ. പാപജീവിതങ്ങളിലൂടെ കടന്നു പോകുന്നവരെ മാനസാന്തരത്തിലേക്ക് നയിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, മോർഗീവറി സഹതായി മോറേലിയ ദീർഘദർശി, സകല പരിശുദ്ധന്മാരും ശുദ്ധിമതികളുമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആയത് പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമമഹത്വത്തിനായിട്ട് തന്നെ ആമീൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു നല്ല രാത്രി നിങ്ങൾക്ക് നേരുന്നു. നാളത്തെ വിശുദ്ധ ബലിയിൽ ദൈവസന്നിധിയിൽ ആയിരിക്കുവാൻ നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു.